എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനുമുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണുള്ളത്. രാജാവ് പ്രവാചകന്റെ വാക്കുകൾ കേട്ട് കോപാകുലനായി. അവൻ കോപത്തോടെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, ജീവനും മരണവും എനിക്ക് നൽകാൻ കഴിയും. നിന്നെ ഞാനത് കാണിക്കാം. രണ്ടുപേരെ കോടതി മുറിയിലെത്തിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. അതിൽ ആദ്യത്തവനെ കൊല്ലുവാൻ നമ്രൂദ് ആവശ്യപ്പെട്ടു. ഒരു ഭടൻ വാളെടുത്ത് ഒരു അടിമയെ കൊന്നു. നോക്ക്, ജീവനെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അവൻ അടുത്ത അടിമയെയും കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. ഭടൻ വാളെടുത്ത് വീശുന്നതിന് തൊട്ടുമുമ്പ് രാജാവ് കൽപ്പിച്ചു, അവനെ കൊല്ലരുത്, അവൻ ജീവിക്കണം. എന്നിട്ട് നമ്രൂദ് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കണ്ടോ, എനിക്ക് ജീവിപ്പിക്കുവാനും കഴിവുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? നമ്രൂദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന് ഇബ്രാഹിം നബിയോട് വൈരാഗ്യമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് അല്ലാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ബാബിലോണിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമൊഴികെ ആരും തന്നെ ഇബ്രാഹിം നബിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീയുടെ പേര് സാറ എന്നും പുരുഷന്റെ പേര് ലൂത്ത് എന്നുമായിരുന്നു. ലൂത്ത് പിന്നീട് പ്രവാചകനായിത്തീർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാക്കുകൾ ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മറ്റൊരു ജനതയിൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പ്രവാചകൻ തന്റെ പിതാവിനോട് ഇസ്ലാമിലേക്ക് ചേരാൻ അപേക്ഷിച്ചു. എന്നാൽ അയാൾ അത് നിരസിച്ചു. പ്രവാചകനും സാറയും ലൂത്ത് നബിയും ഒരു നീണ്ട യാത്ര ആരംഭിച്ചു. സിറിയ, പലസ്തീൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. ജനങ്ങളോട് അല്ലാഹുവിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാം ചാവുകടൽ തീരത്തേക്ക് കുടിയേറി അവിടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറയെ വിവാഹം ചെയ്തു. അവൾ നല്ലൊരു വിശ്വാസിയായിരുന്നു.